കാസർഗോഡും മലപ്പുറത്തും ജയിച്ചവരുടെ പേര് നോക്കിയാൽ മതിയെന്ന മന്ത്രി സജി ചെറിയാന്റെ വർഗീയ പരാമർശത്തിൽ സിപിഎം സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തി. പ്രതിപക്ഷത്തിനെതിരായ സമുദായ നേതാക്കളുടെ വിമർശനത്തെ വഴിതിരിച്ചുവിടാൻ സജിയുടെ പരാമർശം ഇടയാക്കി എന്നാണ് വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. പ്രസ്താവനയെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒഴിഞ്ഞുമാറി. എ കെ ബാലന്റെ പ്രസ്താവനയെക്കുറിച്ചുള്ള ചോദ്യത്തിനും ഗോവിന്ദൻ മറുപടി നൽകിയില്ല. അല്ലെങ്കിൽ ഇനിയും ആവശ്യമുണ്ടെങ്കിൽ മാറാടും തലശ്ശേരിയും പറയുന്നതാണ്. ഇത് സിപിഎമ്മിന്റെയും കൂടെ നിലപാടാണ്. ഞാനിപ്പോൾ പറഞ്ഞ പാർട്ടി നിലപാട്, അതായത് ജമാഅത്തെ ഇസ്ലാമിയെ UDF കൂട്ടിക്കൊണ്ടുപോവാണ്. സജി ചെറിയാൻ ഒരു വിവാദ പരാമർശം നടത്തി. അതായത് മലപ്പുറത്തെയും കാസർഗോഡെയും അവരുടെ പേര് നോക്കി വിലയിരുത്താന്നുള്ളത്. വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകാനുള്ളത്. വിജിൻ, വളരെ പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളോടാണ് എം വി ഗോവിന്ദൻ മറുപടി പറയാതെ മടങ്ങിയത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സജി ചെറിയാന്റെ പരാമർശമാണ്. കാസർഗോഡ് മലപ്പുറത്തും ഒക്കെ ജയിച്ചവരുടെ മതം നോക്കണമെന്നുള്ള വളരെ വർഗീയമായ പരാമർശമാണ് സജി ചെറിയാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ആ ചോദ്യത്തോട് എം വി ഗോവിന്ദൻ പ്രതികരിച്ചില്ല. അതിനർത്ഥം CPM-ന് സജി ചെറിയാന്റെ പരാമർശത്തോട് എതിർപ്പുണ്ട് എന്ന് തന്നെയാണോ? നൗഫൽ, ഇക്കാര്യത്തിൽ അതായത് രണ്ട് പ്രമുഖ ഭൂരിപക്ഷ സമുദായ നേതാക്കൾ അവർ തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെയും UDF-നെതിരെയും ഒക്കെ രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. അത് LDF-നെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി, അതുമായി ബന്ധപ്പെട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടി ഉണ്ടാകും എന്നുള്ളൊരു പ്രതീതിയൊക്കെ ഉണ്ടായ ഘട്ടത്തിൽ ഭൂരിപക്ഷ സമുദായങ്ങൾ LDF-നായി ഒന്നിക്കുന്നു എന്നുള്ള ഒരു സൂചന നൽകുന്നുണ്ട്. ആ സൂചനയൊക്കെ നിലനിൽക്കുന്നതിനിടയിൽ ഒരു എഡ്ജിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. തിരിച്ചടിയിൽ നിന്ന് തിരിച്ചുവരവിലേക്ക് ഒരു സാമുദായിക നേതാക്കളുടെ കൂടി പിന്തുണയോടെ വരാമെന്നുള്ളൊരു പ്രതീക്ഷയിലേക്ക് ആ ഘട്ടത്തിലാണ് നിലവിൽ സജി ചെറിയാനും AK ബാലനും ഒക്കെ തുടർച്ചയായ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത്. അതിലാണ് നിലവിൽ CPM-ന് എന്തായാലും ഇപ്പോൾ അതൃപ്തിയുള്ളത്. എം വി ഗോവിന്ദൻ പ്രതികരിക്കാതെ മാറിപ്പോയതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഇക്കാര്യത്തിൽ മുസ്ലിം വിരുദ്ധ പരാമർശം, ഒപ്പം തന്നെ മലപ്പുറത്തെയും കാസർഗോഡിലെയും വിജയിച്ച പഞ്ചായത്ത് അംഗങ്ങളുടെ എണ്ണവും പേരും നോക്കിയാൽ അത് എന്താണെന്ന് മനസ്സിലാകും. ലീഗിന്റെ വർഗീയപരമായ ഇടപെടലാണ് അതിന്റെ പിന്നിൽ എന്നുള്ള തരത്തിലുള്ള പരാമർശമായിരുന്നു സജി ചെറിയാന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് ഭരിക്കും UDF അധികാരത്തിലെത്തിയാൽ എന്ന പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും AK ബാലൻ. ഈ രണ്ട് പരാമർശങ്ങളും ഈ ഘട്ടത്തിൽ അവസരത്തിനൊത്തതല്ല, അനാവശ്യമായ തരത്തിലുള്ള ഒരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതാണ് എന്നുള്ളതാണ് നിലവിൽ എന്തായാലും CPM-നകത്തുള്ള ഒരു വികാരം എന്ന് പറയുന്നത്. സംസ്ഥാന നേതൃത്വം അതേ നിലപാടിൽ തന്നെയാണ്. ഇനി അത്തരം പരാമർശങ്ങൾ നടത്തേണ്ടതില്ല എന്നുള്ളൊരു നിർദ്ദേശം ഉൾപ്പെടെ നൽകുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ വാവിട്ട തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. തെരഞ്ഞെടുപ്പ് സമയമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സൂക്ഷിച്ചു വേണം പ്രതികരണങ്ങൾ നടത്താൻ. ഓരോ വിഷയത്തിലെയും പ്രതികരണം അത്തരത്തിൽ വേണം എന്നുള്ളൊരു നിർദ്ദേശം നൽകാനുള്ള തീരുമാനത്തിലേക്കൊക്കെയാണ് CPM എത്താൻ പോകുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നിലവിൽ ഉള്ള രാഷ്ട്രീയ സാഹചര്യം CPM നന്നായി നമുക്ക് അങ്ങനെ തന്നെ അതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കുമോ? കാരണം ഇത് സജി ചെറിയാൻ അറിയാതെ പറഞ്ഞു പോയതാണ്, അല്ലെങ്കിൽ ഒരു വാവിട്ട വാക്കാണ് എന്ന രീതിയിലേക്ക് മാത്രം ഇതിനെ ചുരുക്കിക്കാണാൻ സാധിക്കുമോ? കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലായി CPM-ന്റെ ഭാഗത്തുണ്ടാകുന്ന ഇത്തരം നീക്കങ്ങൾ ഒരു ഭൂരിപക്ഷ പീഡനത്തിലേക്ക് നയിക്കുന്നു എന്ന തോന്നൽ പൊതുവെ പൊതുസമൂഹത്തിലുണ്ട്. അങ്ങനെയെങ്കിൽ സജി ചെറിയാൻ്റെത് ഒരു വീണ വാക്കല്ല, മറിച്ച് അറിഞ്ഞുകൊണ്ടുള്ള വാക്കാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടാൽ അതിനെ എങ്ങനെയാണ് CPM തടുത്തു നിർത്തുക? അതിനെങ്ങനെയാണ് CPM പ്രതിരോധിക്കുക? AK ബാലന്റെ പരാമർശം ഉൾപ്പെടെ പ്രതിരോധിക്കാൻ CPM നന്നേ പാടുപെട്ടു. രണ്ട് തട്ടിലായി അഭിപ്രായങ്ങൾ പറയുന്ന സാഹചര്യമൊക്കെ നേതാക്കൾക്കിടയിൽ ഉണ്ടായിരുന്നു. AK ബാലനെ പിന്തുണച്ചെന്ന് മുഖ്യമന്ത്രി രംഗത്തെത്തി. പക്ഷേ എം വി ഗോവിന്ദനും ഒപ്പം തന്നെ TP രാമകൃഷ്ണനൊക്കെ ആ വിഷയത്തിൽ കൂടുതൽ നിലപാട് പറയുന്നില്ല, ആ വിഷയത്തിൽ കൂടുതൽ ഇടപെടേണ്ട എന്നുള്ള നിലപാടിലേക്ക് ഒക്കെ പോയി. അതിന് തൊട്ട് പിന്നാലെയാണ് സജി ചെറിയാൻ ഇത്തരത്തിൽ സാമുദായിക നേതാക്കൾ ഒന്നിച്ച ഒരു സാഹചര്യം, ഒരുമിച്ച് മുന്നോട്ട് പോകും എന്നുള്ളൊരു പ്രഖ്യാപനം നടത്തിയ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത്. ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും ഒരുമിച്ച് നിർത്തിയാൽ മാത്രമേ വിജയിക്കാൻ കഴിയുമെന്നുള്ള നിലപാട് CPM-നുണ്ട്. പക്ഷേ ആ ഘട്ടത്തിലും ഭൂരിപക്ഷ വോട്ടുകൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നഷ്ടപ്പെട്ടത് അത് തിരിച്ചുപിടിക്കുക എന്നുള്ളൊരു നിലപാടാണ് നിലവിൽ ഇത്തരം നീക്കങ്ങളിലൂടെ CPM സ്വീകരിക്കുന്നത്. പക്ഷേ അതിന് പൂർണ്ണ പിന്തുണ എന്തായാലും CPM-ൽ നിന്ന് ലഭിക്കുന്നില്ല. ഒരു വിവാദങ്ങളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ എത്തിയാൽ അത് വീണ്ടും തിരിച്ചടിക്ക് കാരണമാകും എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. പക്ഷേ സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവർ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് അത് സ്വാഭാവികമായും നൗഫൽ സൂചിപ്പിച്ചതുപോലെ അതൊരു വാവിട്ട വാക്ക് എന്ന് പറയാൻ കഴിയില്ല. കാരണം അതിൽ ഒരു തീരുമാനമുണ്ട്. CPM നേതൃത്വം ജമാഅത്തെ
ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയും ഒപ്പം തന്നെ അത് ന്യൂനപക്ഷങ്ങളുടെ ഇടയിലേക്കും ഒക്കെ എത്തിക്കാനൊരു നീക്കമാണ് നടത്തുന്നത്. UDF ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് എന്ന് പറയുന്നതിൽ അപ്പുറത്തേക്ക് കുറച്ചുകൂടി കടന്ന് ആഭ്യന്തര വകുപ്പ് UDF അധികാരത്തിലെത്തിയാൽ ഭരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും എന്നുള്ളൊരു ഭൂരിപക്ഷ സമുദായത്തിന് ഒരു ഭയപ്പെടുത്തുന്ന നിലയിലേക്ക് അത്തരമൊരു നീക്കം നടത്തി അവരെ കൂടെ നിർത്താമെന്നുള്ളൊരു ആലോചനയാണ് CPM-ന്റെ ഭാഗത്തുണ്ടാകുന്നത്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഈ മലപ്പുറത്തെയും കാസർഗോഡെയും ജയിച്ചു വന്ന ആളുകളുടെ പേരുകൾ എടുത്തു നോക്കിയാൽ ഏത് സമുദായത്തിൽപ്പെട്ടവരാണ്, മുസ്ലിം ലീഗിന്റെ വർഗീയ നിലപാട് എന്താണ് എന്ന് അതിൽ നിന്നും മനസ്സിലാകും എന്നുള്ള പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയം സ്വാഭാവികമായും അങ്ങനെ ഒരു വാവിട്ട വാക്കായി പറഞ്ഞതല്ല, അത് തീരുമാനിച്ച് തന്നെ പറഞ്ഞതാണ് എന്ന് ഒരുപക്ഷെ വ്യാഖ്യാനിക്കാൻ കഴിയും. എന്തായാലും അത്തരം പരാമർശങ്ങൾ ഈ തുടർച്ചയായി CPM-ന്റെ മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവാണ് AK ബാലൻ. ഒപ്പം തന്നെ ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമാണ് സജി ചെറിയാൻ. ഇവരുടെയൊക്കെ ഭാഗത്തു നിന്നാണ് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. AK ബാലൻ ഇതുവരെയും ഈ താൻ നടത്തിയ പരാമർശത്തിൽ നിന്ന് പിൻവാങ്ങാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. അതൊരു തെറ്റാണ് എന്ന് അഡ്മിറ്റ് ചെയ്യാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതിന് പിന്നാലെയാണ് സജി ചെറിയാൻ വീണ്ടും വിവാദ പരാമർശവുമായി എന്തായാലും രംഗത്തെത്തുന്നത്. ഇക്കാര്യത്തിൽ CPM കൃത്യമായൊരു നിലപാട് വ്യക്തമാക്കുന്നില്ല, ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. സജി ചെറിയാനെ പൂർണ്ണമായും തള്ളാനോ അല്ലെങ്കിൽ ആ നിലപാട് തെറ്റാണ് എന്ന് പറയാനോ തയ്യാറായിട്ടില്ല. പക്ഷേ CPM-നകത്ത് ഇക്കാര്യത്തിൽ അതൃപ്തിയുണ്ട് എന്നുള്ളതാണ് CPM നേതൃത്വത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. നൗഫൽ. യെസ്, സജി ചെറിയാന്റെ വർഗീയ പരാമർശത്തോട് പ്രതികരിക്കാൻ ഇപ്പോൾ CPM തയ്യാറാകുന്നില്ല. എന്താണ് ഇനി പറയാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണാം. എം വി ഗോവിന്ദൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നു, പല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു, ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞു, VD സതീഷിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ സജി ചെറിയാനെ കുറിച്ച് മാത്രം അദ്ദേഹം മറുപടിയില്ല.